ഇത്തവണത്തെ ഓണത്തിന് സ്റ്റാർട്ടിങ് ഞങ്ങൾ കൊച്ചിയിൽ വെച്ചായിരുന്നു. അക്ഷയ്ക്ക് ഓഫീസിൽ പോകേണ്ട ആവശ്യമുണ്ടായിരുന്നു, ഓണപ്പരിപാടിയും സെലിബ്രേറ്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടായിരുന്നു. സോ നമ്മൾ നേരെ കൊച്ചിയിലോട്ട് വിട്ട്. ഞങ്ങൾ ഡ്രസ്സൊന്നും എടുത്തിട്ടില്ലായിരുന്നു ഓണത്തിനിടാൻ വേണ്ടി. സോ ഓണം സ്പെഷ്യലായിട്ട് എന്തെങ്കിലും കാണുന്നൊന്നും നമ്മൾ നേരെ ലുലുവിലോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ പാർക്കിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ ബാക്ക് സൈഡിൽ കൂട്ടാണ് കയറിയത്. അപ്പം ഞങ്ങൾ ആദ്യം കണ്ട ഒരു സംഭവമാണ് കുറേ ഫിഷും ഈ ഒരു ഐറ്റവും ഒക്കെ കണ്ട് നല്ല തക്കുടം ഉണ്ടായിരുന്നു. അത് ഞാനത് ചത്ത് കിടക്കുവാണെന്ന് അല്ല, അത് ഭയങ്കര നിദ്രയിലാണ്, ഭയങ്കര ഉറക്കമാണ്, എല്ലാം ചത്ത പോലെ നടന്ന ഉറക്കമാണ്. ഒരിടത്ത് വാങ്ങിച്ചുകൊണ്ട് പോകണമെന്നുണ്ടായിരുന്നു, പക്ഷേ ഞങ്ങളുടെ വീട്ടിൽ ഒരു പട്ടി ഉള്ളത് കൊണ്ട് ചിലപ്പം അതിൻ്റെ കഥ കഴിക്കും. സോ നമ്മൾ വാങ്ങിച്ചില്ല. പിന്നെ നമ്മൾ നേരെ ലുലുവിലൊക്കെ ജസ്റ്റ് ഒന്ന് കറങ്ങിയിട്ട് നമ്മൾ നേരെ ഷോപ്പിംഗ് ചെയ്യാൻ പോയി. എന്തെങ്കിലും സ്പെഷ്യൽ ഡേ ഒക്കെ, അത് ഓണം ക്രിസ്മസ് അങ്ങനെയൊക്കെ വരുമ്പോൾ ഇവിടെ എന്തെങ്കിലുമൊക്കെ ഓഫേഴ്സൊക്കെ കാണും. അപ്പോൾ അങ്ങനെ നമ്മൾ കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ ഓർത്തു. സത്യം പറഞ്ഞ ഒരു ഡ്രസ്സ് എടുക്കാൻ വേണ്ടി മാത്രം കയറിയതാണ്. പിന്നെ എന്തെങ്കിലുമൊക്കെ കാണുമ്പോൾ എനിക്ക് എന്തെങ്കിലുമൊക്കെ വാങ്ങിക്കണമെന്ന് തോന്നും. അങ്ങനെ ചെറിയ കുറച്ച് ഐറ്റംസൊക്കെ ഞാൻ വാങ്ങി. സ്റ്റിച്ച് വന്നത് അറിയില്ലേ? എന്റെ ജിംനാസ്റ്റിക് ഭഗവാനെ, എന്നെ കാത്തുകൊള്ളണമേ. എനിക്ക് നല്ല മസിലുകൾ നൽകി സഹായിക്കുമാറാകണമേ. എന്റെ ഉള്ള മസിലുകളൊക്കെ ഒന്ന് പിടപ്പിച്ചേക്കണേ. നിസ്സാരം 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 നിസ്സാരം, നമ്മളെ കൊണ്ട് പറ്റും ഒന്നുകൂടെ. അങ്ങനെ ചെറിയ രീതിയിൽ ഒരു കുഞ്ഞ് ഷോപ്പിംഗ് ഒക്കെ കഴിഞ്ഞ് ഞങ്ങൾ എല്ലാവരും അവിടെ നിന്ന് അങ്ങോട്ട് ഇറങ്ങി. ഹാപ്പിയാണോ? ഇത് വീഡിയോ ആണ് മിസ്റ്റർ. അങ്ങനെ പുറത്തോട്ട് കാറിൽ കയറാൻ വേണ്ടി പോയപ്പോഴാണ് എന്താണ്ട് ഈ ഒരു സംഭവം ഉണ്ട്. നമ്മുടെ ഈ റോൾ ഐസ്ക്രീം ഇല്ലേ, നമ്മൾ ഇങ്ങനെ എപ്പോഴും കടക്കാൻ നേരം നമ്മൾ ഇങ്ങനെ 5 minutes ക്രാഫ്റ്റ് അല്ലെങ്കിൽ ഇങ്ങനത്തെ ഫുഡ് ഐറ്റംസിൻ്റെയൊക്കെ വീഡിയോ കാണുമ്പോൾ ഞാൻ ഇങ്ങനെ കണ്ടിട്ടുള്ളൂ. അപ്പോൾ എനിക്കൊന്ന് കഴിക്കണമെന്ന് തോന്നി. അങ്ങനെ ഞാൻ ഈ സംഭവം വാങ്ങിച്ചു ഗൈസ്. അങ്ങനെ നെക്സ്റ്റ് ഡേ ആയി ഓണപ്പരിപാടിക്ക് ഞങ്ങൾ പോവുകയാണ്. എൻട്രിയുടെ അത് ബുൾഗാട്ടി പാലസിൽ വെച്ചായിരുന്നു പരിപാടി. അപ്പോൾ ഞങ്ങൾ വേറെ ഫ്രണ്ട്സൊക്കെ ഉണ്ടായിരുന്നു, അവർ വേറെ പരിപാടിക്ക് വന്നു. ഞാനും അക്ഷയും കൂടെ ഓണപ്പരിപാടിക്ക് വന്നു. അങ്ങനെ സ്ഥലത്തൊക്കെ എത്തി. രാവിലെ എണീറ്റ് കുറച്ച് ലേറ്റായിട്ടാണ്. അങ്ങനെ ലേറ്റായിട്ട് എണീറ്റ് കെട്ടൊരുങ്ങി വന്നപ്പോഴേക്കും കുറച്ച് ടൈമൊക്കെ കഴിഞ്ഞായിരുന്നു. ഒരു ഉച്ചയ്ക്കായി വന്നപ്പോഴേക്കും ഏകദേശം പരിപാടിയൊക്കെ സ്റ്റാർട്ട് ചെയ്തായിരുന്നു. എല്ലാവരും നല്ല ഒരു ഓളത്തിലായിരുന്നു, ഭയങ്കര ആഘോഷത്തിലൊക്കെ ആയിരുന്നു. ഡാൻസും പരിപാടിയും ഒക്കെ ആയിരുന്നു. അങ്ങനെ ഉച്ചയൊക്കെ കഴിഞ്ഞപ്പോഴേക്കും നല്ല വിശന്ന് പൊരിഞ്ഞൊക്കെ ഇരിക്കുമായിരുന്നു. നമ്മൾ സദ്യയിലോട്ട് കിടന്നു. അക്ഷയുടെ ഏറ്റവും നല്ലൊരു ബെസ്റ്റ് ഫ്രണ്ടാണിത്, അമൽ. ഇതൊക്കെ നാളെ വരുവേ. ഇതൊന്നും വരത്തില്ലല്ലോ അല്ലേ? അങ്ങനെ ഞങ്ങൾ ചോറിന് വേണ്ടിയൊക്കെ വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അക്ഷയ് ഫ്രണ്ട്സിനെ എല്ലാവരെയും എനിക്ക് പരിചയപ്പെടുത്തി തരുവാണ്. ഞാൻ സദ്യയുടെ കൂടെ ആദ്യമായിട്ടാണ് ഈ ചിക്കൻ കറി ബീഫൊക്കെ കഴിക്കുന്നത്. എന്തായാലും കൊള്ളായിരുന്നു. അങ്ങനെ വയറ് നിറച്ചും നമ്മൾ സദ്യയൊക്കെ കഴിച്ചു. അങ്ങനെ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞ് പിന്നെയും ഒരുപാട് ഫംഗ്ഷനൊക്കെ ഉണ്ടായിരുന്നു. വടംവലി ഉണ്ടായിരുന്നു, ഓരോ ഗ്രൂപ്പ് ആൾക്കാർ ഓരോരോ ഫംഗ്ഷനൊക്കെ ആയിരുന്നു. അങ്ങനെ നമ്മൾ കുറച്ച് നേരത്തെ തന്നെ അവിടെ നിന്ന് ഇറങ്ങി. ഒരു 5-6 മണിയൊക്കെ ആയപ്പോൾ അവിടെ നിന്ന് നേരെ ഇറങ്ങി. കാരണം നമുക്ക് വീട്ടിൽ നേരത്തെ പോകണമായിരുന്നു. പിറ്റേന്ന് ഓണമൊക്കെയാണ്.